ഇവിടം തൊട്ടിട്ട് ഇവിടം വരെ ഉണ്ട് കേട്ടോ. എൻ്റെ മോനെ ആനൻ്റെ നെറ്റിപ്പട്ടൊക്കെ കണ്ടിരിക്കണം നിങ്ങൾ. ആ ഒരു സ്റ്റൈലിലുള്ള മാല. ഫ്രം ഇന്ത്യ. യു ഫ്രം അഫ്ഗാനിസ്ഥാൻ. ഇന്ത്യ കേരള. മലയാളീസ്. ഗുഡ്സ് കൺട്രി. നമ്മളൊരു നോർത്ത് ഇന്ത്യയിലെത്തിയൊരു ഫീൽ ഉണ്ടാവും ഇവിടെ വന്നു കഴിഞ്ഞാൽ, സത്യം പറഞ്ഞു കഴിഞ്ഞാൽ. കാരണം ഫുൾ ഹലോ ഗൈസ്, എല്ലാവർക്കും നമ്മുടെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. നമ്മളിപ്പോൾ ഉള്ളത് മെട്രോ സ്റ്റേഷനിലാണ്, ADCB മെട്രോ സ്റ്റേഷനിലാണ്. അപ്പോൾ നമ്മൾ ഇന്ന് ഓൾഡ് ദുബായ് എക്സ്പ്ലോർ ചെയ്യാൻ വേണ്ടി പോവുകയാണ്. അപ്പോൾ നമ്മൾ പോണ ഡീറ്റെയിൽസും കാര്യങ്ങളൊക്കെ, അതായത് എങ്ങോട്ടാണ് പോകുന്നത്, ഫുൾ ഡീറ്റെയിൽസും കാര്യങ്ങളൊക്കെ ഞാൻ വഴിയിലേക്ക് കാണിച്ചു തരാം. അപ്പോൾ നമ്മുടെ കൂടെ ഇന്നൊരു പുതിയൊരു ഗസ്റ്റ് ഉണ്ട്, മിസ്റ്റർ പ്രണവ് മുത്ത്. ഹായ് ഗൈസ്. നമ്മളെ കൂടെ വർക്ക് ചെയ്യണ മച്ചാനാണ്, ഫോട്ടോഗ്രാഫറാണ്, വീഡിയോഗ്രാഫറുമാണ്. അപ്പോൾ എന്തായാലും നമ്മളെ ഇന്നത്തെ യാത്രയിൽ പ്രണവ് കൂടെ ഉണ്ട്. അപ്പോൾ എന്തായാലും ബാക്കി കാര്യങ്ങളൊക്കെ ഞാൻ നിങ്ങൾക്ക് വഴിയെ കാണിച്ചു തരാം. നമ്മളിപ്പോൾ ADCB മെട്രോ സ്റ്റേഷനിലാണ്. നമ്മൾ ഇവിടെ എത്തിക്കഴിഞ്ഞാൽ നമ്മൾ ട്രെയിൻ മാറി കയറിയിട്ട് നമ്മൾ ബർദുബായിൽ ഇറങ്ങും. ബർദുബായ് അൽ ഖുബൈബ സ്റ്റേഷനിൽ നമ്മൾ ഇറങ്ങിയിട്ട് പിന്നെ നമ്മൾ ഇവിടുന്ന് ബോട്ടിൽ, അതുപോലെ തന്നെ നമ്മൾ ഫസ്റ്റ് ഇവിടുന്ന് ആദ്യം ചിലപ്പോൾ നമ്മൾ ഗോൾഡ് സൂക്ക് പോകും. എന്തായാലും നമ്മൾ അവിടെ എത്തിയിട്ട് ബാക്കി കാര്യങ്ങളൊക്കെ നോക്കാം. നമുക്ക് ഇവിടുത്തെ ചുമരിലെ പിക്ചറുകളൊക്കെ കണ്ടു കഴിഞ്ഞാൽ തന്നെ മനസ്സിലാവും. ഒരു ഹിസ്റ്റോറിക്കലായിട്ടുള്ള പണ്ടത്തെ ദുബായിൻ്റെ ഒരു സ്റ്റൈൽ തന്നെയാണ് ഈ ഒരു മെട്രോ സ്റ്റേഷൻ വരെ. ഇതിൻ്റെ ഉള്ളിലുള്ള ഇൻറ്റീരിയർ വർക്കും കാര്യങ്ങളൊക്കെ നല്ല രസമുണ്ട്, ഭംഗിയുണ്ട് കാണാൻ. നമ്മളിപ്പോൾ മെട്രോ സ്റ്റേഷന് മുകളിലാണ്. ഇതൊക്കെ ഈ കാണുന്നതൊക്കെ ഓരോ മെട്രോ സ്റ്റേഷനുകളിലാണ്. ഒക്കെ ഒരു ഹെറിറ്റേജ് സ്റ്റൈലിലാണ് നിർമ്മിച്ചിട്ടുള്ളത്. നിങ്ങൾക്ക് കണ്ടാൽ മനസ്സിലാവും. ഒരു പഴയ ഒരു സ്റ്റൈലിലാണ് ഇവിടെ മൊത്തം. ഹബ് ബ്രേക്ക് നടന്നുകൊണ്ടിരിക്കുകയാണ്. 2 മിനിറ്റേ കിട്ടും. 2 മിനിറ്റ് നടത്താണ്ട്. 2 മിനിറ്റ്. നമ്മൾ അവിടെ നിന്നാണ് നടന്നു വന്നത്. ഇത് അൽ ഖുബൈബ മറൈൻ ട്രാൻസ്പോർട്ട് സ്റ്റേഷനാണ് നിങ്ങൾ പോയി കാണുന്നത്. അതിൻ്റെ മുന്നിലാണ് ഇപ്പോൾ ഞങ്ങൾ നിൽക്കുന്നത്. ഇനി നമുക്ക് നമ്മൾ പോകാൻ ഉദ്ദേശിക്കുന്ന സ്ഥലത്തേക്കുള്ളൊരു വള്ളം അല്ലെങ്കിൽ ഒരു ചെറിയൊരു ബോട്ട് എന്നൊക്കെ പറയാം. എങ്ങനെ ഇപ്പോൾ വിശേഷിപ്പിക്കണമെന്ന് നമുക്ക് കറക്റ്റ് അറിയില്ല. നമ്മൾ അങ്ങോട്ട് പോയിക്കൊണ്ടിരിക്കുകയാണ്.
വൈകുന്നേരങ്ങളിലൊക്കെ നമുക്ക് ഇവിടെ വന്നിട്ട് ഇവിടെ നല്ല റെസ്റ്റോറൻറ്റുകളും കാര്യങ്ങളൊക്കെ ഉണ്ട്. അതുപോലെ ഹുക്കൊക്കെ വലിച്ചിട്ട് നമുക്ക് കാറ്റൊക്കെ കൊണ്ട് നല്ല അടിപൊളി ഇരിക്കും. നല്ല തണുത്ത കാറ്റുണ്ട് കേട്ടോ ഇവിടെ. നമ്മൾ ഫസ്റ്റ് ടൈം ആണോ ഇവിടെ വരുന്നത്, ബർദുബായ് സ്റ്റേഷൻ. ആ കാണുന്നതാണ്ടോ ദായറ. ഇതിനപ്പുറം നമുക്ക് 1 ദിർഹംസ് കൊടുത്തു കഴിഞ്ഞാൽ നമുക്ക് ഇവിടുന്ന് അപ്പുറത്തേക്ക് പോവാം. അപ്പുറം ആ കാണുന്നതാണ് ദായറ. അതിന് മുന്നായിട്ട് നമുക്ക് ഇവിടെ കുറച്ച് ഈ ഏരിയ ഒന്ന് നമുക്കൊന്ന് ചുറ്റി കാണാം. ശേഷം നമുക്ക് അപ്പുറത്തേക്ക് പോവാം. നമ്മളിപ്പോൾ പോകുന്നത് ഗ്രാൻഡ് സൂക്ക് ബർദുബായ് ഉണ്ടോ. പണ്ടത്തെ ഒരുപാട് കരകൗശല വസ്തുക്കളും അതുപോലെ തന്നെ ഗ്രാമഫോണ്, തയ്യൽ മെഷീന്, TV എല്ലാം ഉണ്ട്. ഇതൊരു ഗ്ലോബ്. എവിടെ മല്ലിപ്പൊടി, മഞ്ഞൾപ്പൊടി, എല്ലാ സ്പൈസി ഐറ്റംസുകളൊക്കെ ഉണ്ട്. അറബിക് സ്പെഷ്യൽ സ്പൈസസ് ഐറ്റംസ് എല്ലാം ഉണ്ട്. സത്യം പറഞ്ഞു കഴിഞ്ഞാൽ നമുക്ക് പറയാൻ പോലും കിട്ടണില്ലല്ലോ എന്തൊക്കെയാണെന്നുള്ളൊരു ഡീറ്റെയിൽ ആയിട്ട്. ഇവിടുത്തെ പാത്രങ്ങളൊക്കെ നല്ലൊരു ആർട്ട് വർക്ക് ഇല്ലടാ. എല്ലാത്തിലും നല്ല ആർട്ട് വർക്കുകളും കാര്യങ്ങളൊക്കെ ഉണ്ട്. എൻ്റെ അമ്മ അലാവുദ്ദീൻ്റെ അത്ഭുത വിളക്ക്. ഇവിടെ മെയിനായിട്ട് ഡ്രസ്സ്, അതുപോലെ തന്നെ നല്ല നല്ല കരകൗശല വസ്തുക്കൾ, പിന്നെ അതുകൂടാതെ മസാല മസാല സ്പൈസി ഐറ്റംസ്. അതുപോലെ തന്നെ മസാലകൾ, പിന്നെ പല ക്രാഫ്റ്റ് വർക്കുകളും അതുണ്ട്.
പിന്നെ ഗിഫ്റ്റ് ഐറ്റംസ് ഉണ്ട്, നമ്മളെ അറബിക് സ്റ്റൈലുകൾ, ബെല്ലി ഡാൻസ് ഡ്രസ്സുകൾ. ചെറിയ പ്രൈസുകളുള്ളൂ കേട്ടോ ഇവിടെ സാധനങ്ങൾക്കൊക്കെ. ലേഡീസിനായിട്ട് വന്നു കഴിഞ്ഞാൽ പെട്ടെന്നൊന്നും ഒഴിവാകാൻ പറ്റില്ല നമുക്ക് ഇവിടുന്ന്. പിന്നെ അത്രയും അവർക്ക് വേണ്ടിയിട്ടുള്ള കുറേ സാധനങ്ങൾ ഇവിടെ തന്നെ അവിടെ ഉണ്ട്. Yeah, good. Where are you from? From India. You're from? Afghanistan. അഫ്ഗാനിസ്ഥാനിലുള്ളൊരു ബ്രോ നമുക്ക് ഇവിടെ കിട്ടിയിട്ടുണ്ട്. India, my brother also. How are you? Your country, what about? Yeah, nice, good. Good, your country? Yeah, India. India. India where? Bangui? India, Kerala. Mallu, Malayalis. Good some country. Yeah. You also from Afghanistan? State Kerala. How are you? Fine. Kerala. Yeah. पूरा केरला वाला ये Yeah. Full Mallus, yeah. നമ്മളിപ്പോൾ അഫ്ഗാനിസ്ഥാനിൽ ഒരുപാട് സംഭവങ്ങൾ നടന്നുകൊണ്ട് നിൽക്കുന്നുണ്ട്. ആ ബ്രോനെ കണ്ടു കഴിഞ്ഞപ്പോൾ എനിക്ക് സത്യം പറഞ്ഞു കഴിഞ്ഞാൽ നമുക്ക് ചെറിയൊരു വിഷമം തോന്നി. അവരുടെ രാജ്യത്ത് അത്രയും വലിയൊരു സംഭവം നടന്നുകൊണ്ടിരിക്കുകയല്ലോ. അപ്പോൾ എന്തായാലും എല്ലാം ശരിയാവട്ടെ. നമ്മളെ വീട്ടിലൊക്കെ ഇൻറ്റീരിയർ ചെയ്യാൻ പറ്റും അടിപൊളി ലൈറ്റുകളും കാര്യങ്ങളൊക്കെ ഉണ്ട് കേട്ടോ അവിടെ. കിടിലൻ ലൈറ്റുകളും സംഭവങ്ങളൊക്കെ. Big 4 and big 0. If you like, I will take it. Big 4 and big 0. Like? ഇതൊക്കെ ഇങ്ങോട്ടുള്ള ഒരുപാട് എൻട്രൻസ് ഉണ്ട് തോന്നുന്നു. മെയിൻ ഇവിടെ ഡ്രസ്സ് തന്നെയാണ് തോന്നുന്നു അല്ലേ ഈ ഏരിയയിൽ.
ഇത് വേറൊരു എൻട്രൻസ് അല്ലേ? ഇതൊക്കെ തന്നെ മറ്റേ ഹിസ്റ്റോറിക് സെൻറ്റർ ഇതൊക്കെ തന്നെയാണ്, പക്ഷേ ഇങ്ങനെ കടകളില്ലെന്നേ ഉള്ളൂ. ഞാൻ സൈഡ് പോവാം. അടുത്ത് ആർട്ടല്ലടാ. എങ്ങനെ ഇവിടുന്ന് രക്ഷപ്പെട്ടോ? ഓരോ ബിൽഡിങ്ങുകൾ, ബുർജ് ഖലീഫ മുതൽ വേൾഡ് ട്രേഡ് സെൻറ്റർ, ഇത് ഖലീഫ, ബുർജ് അൽ അറബ്, ബുർജ് അൽ അറബ്, അങ്ങനെ എല്ലാത്തിൻ്റെ മാഗ്നൻസുകളാണ് ഈ കാണുന്നതൊക്കെ. ഷോ മേടിക്കാൻ ചെല്ലുന്നത് ഞെട്ടിക്ക് വരും. ബാ. അങ്ങോട്ട് നടന്നോ? ഹായ്. നമ്മളൊരു നോർത്ത് ഇന്ത്യയിൽ എത്തിയൊരു ഫീൽ ഉണ്ടാവും ഇവിടെ വന്നു കഴിഞ്ഞാൽ, സത്യം പറഞ്ഞു കഴിഞ്ഞാൽ. കാരണം ഫുള്ളൊരു നമ്മളെ ഇന്ത്യയെ കൂടെ നടക്കുന്ന പോലെ തന്നെ അല്ലേ, ഡൽഹി ആ ഒരു ഏരിയ കൂടെ ഒക്കെ നടക്കുന്നൊരു ഫീല്. ഇതിനുള്ളിലൊരു ടെമ്പിൾ ഉണ്ട് കേട്ടോ, ഒരു അമ്പലമുണ്ട്. അപ്പോൾ അമ്പലത്തിലേക്കുള്ള സാധനങ്ങളും അല്ലേ, മറ്റേ സാധനം അറിയാമോ? ഏത്? ഇടിവള സംഭവങ്ങളും ഈ ഒരു ഏരിയ. അവിടെ നിന്ന് അങ്ങോട്ട്, ഇവിടെ നിന്ന് അങ്ങോട്ടില്ല, ഇവിടെ നിന്ന് ഇങ്ങോട്ടൊക്കെ ഫുള്ള ഒരു ഏരിയകളാണ്. നമ്മൾ അതിൻ്റെ ഉള്ളിൽ നിന്ന് പുറത്തിറങ്ങി കേട്ടോ. സത്യം പറഞ്ഞാൽ എങ്ങോട്ടാണ് പോകണതെന്ന് അറിയില്ല, പക്ഷേ ഈ ഏരിയയിലൊക്കെ തന്നെ മൊത്തം ഒന്ന് കവർ ചെയ്യാണ്. ഇല്ലടാ പ്രണവ? സത്യം പറഞ്ഞു കഴിഞ്ഞാൽ അങ്ങനെയൊക്കെ വന്ന് ഇങ്ങനെ പരിചയപ്പെടല്ലേ. ഇവിടെ ഒന്നും വലിയ നമ്മൾ വന്ന് ടെമ്പിൾ എത്തില്ലത്. നമ്മളിതിനുള്ളിൽ ഒരു ടെമ്പിൾ ഉണ്ടെന്ന് പറഞ്ഞില്ലേ, ആ ഒരു ടെമ്പിളിലേക്കുള്ള വഴിയാണത്. ഇതാണ് ടെമ്പിൾ, നിങ്ങൾക്ക് കാണിച്ചു തരാം. ഇവിടെ ഫുള്ള് ഇത് അമ്പലത്തേക്ക് വാങ്ങേണ്ട സാധനങ്ങൾ, ഫ്ലവേഴ്സ്, പൂക്കളുകൾ, അങ്ങനെ പ്രസാദങ്ങൾ. ഇവിടെ ഒരു സ്മെല്ലൊക്കെ തന്നെ ഒരു കുങ്കുമം, അതിൻ്റെയൊക്കെ ഒരു സ്മെല്ലും കാര്യങ്ങളൊക്കെ ഉണ്ട് കേട്ടോ. ഇതന്നല്ലേ ടെമ്പിള്? ആ, പെരുമാൾ പൂക്കട, മലയാളക്കേരി. ആകെ ഒരൊറ്റ ടെമ്പിളേ ഉള്ളൂ.
പ്രണവ് പറയുന്നത് ദുബായിൽ ആകെ ഒരൊറ്റ ടെമ്പിളുള്ളൂ, അത് ഇതാണെന്നാണ്. എനിക്കറിയില്ല, നമുക്കിവിടെ പരിചയം കുറവാണ്. എന്തായാലും നിങ്ങൾക്ക് അറിയുന്നവരൊക്കെ ഉണ്ടെന്നുണ്ടെങ്കിൽ കമൻറ്റ് ഇടട്ടോ. ഇനി എല്ലാവരും എന്നെ ആയിട്ട് പോകാം. നമ്മളപ്പോൾ എന്തായാലും ദൈറേക്കുള്ള യാത്ര ഇവിടെ നിന്ന് തുടങ്ങുകയാണ്. നമ്മൾ ബോട്ടിൽ കയറാൻ പോവാം കേട്ടോ. അപ്പം നമ്മളെ ബോട്ട് എടുത്ത് തുടങ്ങി കേട്ടോ. പിന്നെ ഇതിൽ കാർഡല്ല, നമ്മൾ ബസ്സിലും മെട്രോയിലും ഒക്കെ കാർഡാണ് ഉപയോഗിച്ചത്. ഇതിൽ കാർഡ് നോൾ കാർഡല്ല ഉപയോഗിക്കുക. ഇതിൽ നമ്മൾ ചില്ലറ ക്യാഷ് അവർക്ക് കൊടുക്കലാണ്. വലിയ ബോട്ടിൽ ഇനി കാർഡാണെന്ന് അറിയില്ല അല്ലേ? വലിയ ബോട്ടിൽ കാർഡാണെന്ന് അറിയില്ല. ഇതിലെന്തായാലും കാർഡല്ല. കാർഡാണെന്ന് കരുതിയിട്ട് ഇതിൽ കയറുന്നവർ ശ്രദ്ധിക്കുക, കയ്യിൽ ക്യാഷ് വെച്ച് കയറണല്ലേ, അല്ലെങ്കിൽ പണി കിട്ടും. നമ്മളെ ഈ ബോട്ടിൻ്റെ കപ്പിത്താനാണ് കേട്ടോ. പുള്ളിയുടെ സ്റ്റെയറിങ് അവിടെ ഇരിക്കണം, നോക്കും. അവിടെയാണ് സ്റ്റെയറിങ് ഉള്ളത്. ദുബായ് ഡെവലപ്പായിട്ടും ഇങ്ങനെ ഒരു സംഭവം, ഇങ്ങനെ ഒരു തോണിയും കാര്യങ്ങളൊക്കെ ഇവിടുത്തെ എനിക്ക് തോന്നുന്നത് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ആ ഒരു പണ്ടത്തെ ആ ഒരു ഫീല് കിട്ടാൻ വേണ്ടിയിട്ടാവും അവർ ഇപ്പോഴും ഇതിങ്ങനെ കൊണ്ട് നടക്കണമെന്ന് വിചാരിക്കണത്. എന്തായാലും ഇതൊരു നല്ലൊരു ഫീൽ തന്നെയാണ് കാണാൻ. ഇതിൽ നമ്മുടെ നാടൊക്കെ ഒന്ന് ചെറുതായിട്ട് നമ്മുടെ നാട്ടിലൊക്കെ ഒരു ഫീല് വരും. ധൈര്യം എത്തി. നമ്മൾ ബോട്ട് ഇറങ്ങിയിട്ട് അങ്ങോട്ട് ഇങ്ങനെ നടന്നുകൊണ്ടിരിക്കുകയാണ് കേട്ടോ. ആ ഗോൾഡ് സൂക്ക് ഏരിയയൊക്കെ ഇങ്ങനെ നടന്നുകൊണ്ടിരിക്കുകയാണ്. ഇതാണ് ദൈറ ഗ്രാൻഡ് സൂക്ക്. അതുപോലെ തന്നെ ഇവിടെ മുനിസിപ്പൽ മ്യൂസിയം, ഇവിടുത്തെ ഓരോ ഉള്ളേരിയകളൊക്കെ ഒന്ന് കവർ ചെയ്തൊക്കെ ഉണ്ടോ. നമുക്ക് കറക്റ്റ് റൂട്ടും കാര്യങ്ങളൊന്നും അറിയില്ല. പക്ഷെ നമ്മൾ വന്ന ഏരിയയിൽ കണ്ട അതേ കാഴ്ചകളൊക്കെ തന്നെയാണ്. പുതുമകളുള്ളതായിട്ടൊന്നും ഇല്ല. നമ്മളിതൊക്കെ തന്നെയാണ് നമ്മൾ അവിടെ നിന്നും കണ്ടത്. നമ്മൾ വന്ന സ്ഥലത്തു നിന്ന് കണ്ടത് ഇതൊക്കെ തന്നെയാണ്. അവിടെ നമ്മൾ വന്നോടത്ത് കണ്ട അതേപോലത്തൊക്കെ തന്നെ അല്ലേ. പക്ഷെ ഇവിടെ ഷോപ്പുകളും എല്ലാം മറ്റേതിനെ അപേക്ഷിച്ച് നോക്കുമ്പോൾ ഇവിടെ കുറവാണ്. മറ്റിടത്ത് ഒരുപാട് ഷോപ്പുകളും കാര്യങ്ങളൊക്കെ ഉണ്ടായിരുന്നു. ഇവിടെ ഷോപ്പുകളൊന്നൊക്കെ കുറവാണ്. നമ്മളിപ്പോൾ പോയിക്കൊണ്ടിരിക്കുന്നത് ദുബായ് സിറ്റി ഓഫ് ഗോൾഡ് സൂക്കിലൊക്കെ ഉണ്ടോ. അതിൻ്റെ ഉള്ളിലെ കാഴ്ചകളൊക്കെ ഇനി നമുക്ക് എന്തായാലും കാണാം. ഓക്കെ, ഗോൾഡ് സൂക്ക് ഇത് ഗേൾസിനായിട്ട് വന്ന് കാണണം. പ്രണവേ
എൻ്റെ ഗേൾ ഫ്രണ്ടിനായിട്ട് വന്ന് കാണേണ്ട ഏരിയ ആണിത്. ഗോൾഡ് ബിസ്ക്കറ്റ് അവിടെ. ഇവിടെ ഒക്കെ ജ്വല്ലറികളാണ് കേട്ടോ. ഇത്രയും തോന്നെ ജ്വല്ലറികൾ. ഡയമണ്ട് ആവുന്നു അല്ലേ? ഒറിജിനൽ ആണ്. ഇവിടെ ഒക്കെ ചെറിയ ചെറിയ കടകളാണ്, ചെറിയ ചെറിയ കടകളാണ്. പക്ഷെ ഒക്കെ ജ്വല്ലറികളാണ് കേട്ടോ. എല്ലാതും ചെറിയ ചെറിയ കടകളാണ്. വലിയ നമ്മുടെ നാട്ടിലുള്ള പോലെ വലിയ കടകളൊന്നും അല്ലല്ലോ അല്ലേ? ഒക്കെ ചെറിയ കടകളാണ്. പക്ഷേ ഒക്കെ ഫുള്ള് ഗോൾഡ്, സിൽവർ, ഡയമണ്ട്. ഇത് ഇവിടം തൊട്ടിട്ട് ഇവിടം വരെ ഉണ്ട് കേട്ടോ. എൻ്റെ മോനെ, എൻ്റെ മോനെ, ആനൻ്റെ നെറ്റിപ്പട്ടൊക്കെ കണ്ടിരിക്കണം നിങ്ങൾ. ആ ഒരു സ്റ്റൈലിലുള്ള മാല, നല്ല ഭംഗിയുള്ള മാലകളും കാണാനുള്ള കാഴ്ചകൾക്കുള്ള സാധനം തന്നെ ഉണ്ട്. ഓ മക്കളെ, ഇത് പൊളിച്ച്. അപ്പോൾ ഗൈസ്, നമ്മുടെ ഗോൾഡ് സൂക്കിൻ്റെ കാഴ്ചകളൊക്കെ ഏകദേശം നിങ്ങളെ കാണിച്ചു എന്ന് വിചാരിക്കുന്നു. പിന്നെ ഇവിടെ എല്ലാ ഷോപ്പുകളിലും
ഒന്നെന്നാണ്, ഗോൾഡൻ ആണ്, പ്രത്യേകിച്ച് ഒന്നുമില്ല. പിന്നെ ചിലയിടത്ത് കൂടുതലുണ്ട്, ചിലയിടത്ത് കുറവുണ്ട്. പിന്നെ നമ്മുടെ നാട്ടിലത്തെ റേറ്റിന് വെച്ച് നോക്കുമ്പോൾ എത്ര കുറവാണ് ഇവിടുത്തെ റേറ്റ്. പിന്നെ നമ്മൾ നാട്ടിൽ കൊണ്ടുപോകുമ്പോൾ ടാക്സും കാര്യങ്ങളും വേറെ ഉണ്ടാവും. അതായത് ഇത്ര പവനിൽ കൂടുതലുണ്ട് എന്നുണ്ടെങ്കിൽ ടാക്സും കാര്യങ്ങളും അത് വേറെ അടക്കേണ്ടി വരും. അപ്പോൾ എന്തായാലും നമ്മളിനി നൈഫ് സൂക്കിലേക്ക് ആണ് പോകുന്നത്. അപ്പോൾ ഈ വീഡിയോയിൽ അത് ഉൾക്കൊള്ളിക്കണില്ല, കാരണം ഒരുപാട് ലെങ്ത് ആവും. അപ്പോൾ എന്തായാലും അടുത്ത വീഡിയോയിൽ നമുക്ക് നൈഫ് സൂക്ക് കാണാം. അപ്പോൾ എന്തായാലും ഈ വീഡിയോ ഇവിടെ വൈൻഡപ്പ് ചെയ്യാൻ പോകണം. അപ്പോൾ നമ്മുടെ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടെങ്കിൽ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. എന്തെങ്കിലുമൊക്കെ നിർദ്ദേശങ്ങളും കാര്യങ്ങളൊക്കെ തരുന്നുണ്ടെങ്കിൽ നിങ്ങൾ കമൻറ്റ് ഇടുക. പിന്നെ ഇൻസ്റ്റാഗ്രാമിൽ ഫോളോ ചെയ്യാത്തവരുണ്ടെങ്കിൽ ഫോളോ ചെയ്യുക. ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാത്തവരുണ്ടെങ്കിൽ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. അപ്പോൾ മറ്റൊരു വീഡിയോ ആയിട്ട് നമുക്ക് വീണ്ടും കാണുന്നവരെ താങ്ക് യു.